അപാര മന്ത്രശക്തിയിലൂടെ സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതിലൂടെ അഗ്നി ഉണ്ടാക്കാൻ കഴിവുള്ള സന്യാസിമാരുണ്ട് ഇന്ത്യയിൽ. അഘോരികൾ എന്നറിയപ്പെടുന്ന ഇവർ ഇന്ത്യയിലെ പുരാതന നഗരങ്ങളിലൊന്നായ വാരണാസിയിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഇവർ ശ്മശാനങ്ങളിലാണ് അധികവും വസിക്കുന്നത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണിവർ. ശിവനും കാളിയുമാണ് ഇവരുടെ ആരാധനാമൂർത്തികൾ. മിക്കവാറും എല്ലാ ജീവികളുടെയും മാംസം ഇവർ ഭക്ഷിക്കാറുണ്ട്. എന്നാൽ കുതിരയുടെ മാംസം മാത്രം ഇവർ ഭക്ഷിക്കാറില്ലത്രേ. പൂർണ്ണ നഗ്നരായി നടക്കുന്ന ഇവർ ശരീരമാസകലം ചിതാഭസ്മം പൂശിയാണ് നടക്കുന്നത്. പൂർണ്ണ നഗ്നരായി നടക്കുന്ന ഇവർ ശരീരമാസകലം ചിതാഭസ്മം പൂശിയാണ് നടപ്പ്. മദ്യവും മറ്റ് എല്ലാത്തരം മയക്കുമരുന്നുകളും ഇവർ ഉപയോഗിക്കാറുണ്ടത്രേ. ശൈവ ആരാധന രീതി അനുഷ്ഠിക്കുന്ന ഇവർ ശിവനെയാണ് ആരാധനാമൂർത്തിയായി ഭജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ശൈവർ എന്ന് വിളിക്കാറുണ്ട്. അസാമാന്യ മന്ത്രശക്തിയുള്ള ഇവർ അനേകം പുരാതന ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. ആളുകൾ എത്തിപ്പെടാത്ത ശ്മശാന ഭൂമികളാണ് ഇവർ ആരാധനയ്ക്കും സന്യാസത്തിനുമായി തിരഞ്ഞെടുക്കുന്നത്. അഘോരി സ്ത്രീകൾ കാളിയെപ്പോലെയാണ് ജീവിച്ചു വരുന്നത്. ശരീരമാസകലം ഭസ്മം പൂശി മന്ത്രജപത്തിലൂടെയും പെരുമ്പറ കൊട്ടിയുമാണിവർ ആഗ്രഹപൂർത്തീകരണം നടത്തുന്നത്. മന്ത്രതന്ത്രങ്ങൾ പാഠമാക്കിയ ഒരു അഘോരി സന്യാസിക്ക് ആകാശത്ത് മഞ്ഞുമറ സൃഷ്ടിക്കാനും എരിയുന്ന തീയിലൂടെ നടക്കാനും തീയിൽ കിടക്കാനും സാധിക്കും. ഏകാഗ്രമാക്കിയ മനസ്സുള്ള ഇവർ സ്വയം ധമനികൾ പൊട്ടിച്ച് രക്തമൊഴുക്കി പൂജ ചെയ്യാറുണ്ടത്രേ. ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം മനുഷ്യരും ജീവിച്ചിരിക്കുന്നു എന്നത് അത്ഭുതമുണർത്തുന്ന ഒന്നാണ്.